ഹലോ നമസ്കാരം. അജ്മലാണ്. രുചിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ശരീരഘടനയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ കരിമീനിനോടൊരു സാദൃശ്യമുള്ളൊരു മത്സ്യമാണ്. ഞങ്ങൾ മലബാർ ഏരിയകളിലൊക്കെ ഇവൻ്റെ പേര് പ്രാച്ചി എന്നാണ്. എന്നാലും പല നാട്ടിലും പല പേരിലാണ് ഈ മത്സ്യം അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മത്സ്യത്തിൻ്റെ പേരെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സിൽവർ പെർച്ച് എന്നാണ് ഈ മീനിൻ്റെ ഔദ്യോഗിക നാമം. വറുത്ത് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ വാഴയിലിട്ട് പൊള്ളിക്കാൻ, അത് തവ ഫ്രൈ ചെയ്യാൻ, ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് ഈ മത്സ്യം. ഈ മത്സ്യം കറി വെക്കാൻ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കറി വെച്ച് കഴിച്ചിട്ടില്ല. ഈ മത്സ്യം കറി വെച്ച് കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. രുചിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ കരിമീനുമായിട്ട് ഏറെ സാമ്യമുള്ളൊരു മത്സ്യമാണ് പ്രാച്ചി. കരിമീനിനെ അപേക്ഷിച്ച് താരതമ്യേന മുള്ളും കുറവാണ്, എന്നാലും അത്യാവശ്യം ഉറപ്പുള്ള മുള്ളാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്നാൽ ഉയർന്ന അളവിൽ കാൽസ്യവും ഒമേഗ 3 ഫാറ്റി ആസിഡ് എല്ലാം അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു മത്സ്യമാണ് പ്രാച്ചി. ഹെൽത്ത് ബെനിഫിറ്റ്സിന് വേണ്ടി മത്സ്യം കഴിക്കുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മീൻ വറുക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഏറ്റവും വലിയ കാര്യം ഉപയോഗിച്ച എണ്ണ പിന്നീട് റീയൂസ് ചെയ്യാണ്ടിരിക്കുക എന്നാണ്. ഉപയോഗിച്ച എണ്ണ പിന്നീടും റീയൂസ് ചെയ്യുന്നത് വഴി നിരവധി ഹെൽത്ത് ഇഷ്യൂസ് വിളിച്ചു വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. ഓയിൽ കണ്ടൻ്റ് ഒന്നും ഉപയോഗിക്കാതെ ചുട്ടെടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതാവും ഏറ്റവും ബെസ്റ്റ്. ശുദ്ധജലത്തിലും ഉപ്പുവെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ള ഈ മത്സ്യം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യ ഇനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെന്ന് പല പഠനങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ മത്സ്യം ഡ്രൈ ഫിഷ് ആയിട്ടും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞങ്ങളുടെ ഭാഗങ്ങളിൽ ഈ മത്സ്യം ഡ്രൈ ഫിഷ് ആയിട്ട് അവൈലബിൾ അല്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കാരണം ഈ മത്സ്യത്തിൻ്റെ ഉയർന്ന ഡിമാൻഡ് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മത്സ്യം ഡ്രൈ ഫിഷ് ആയിട്ട് അവൈലബിൾ അല്ലാത്തത്. ശുദ്ധജലത്തിലും ഉപ്പുവെള്ളത്തിലും ഒരുപോലെ ജീവിക്കുന്നതുകൊണ്ട് തന്നെ 4 വിധം ക്വാളിറ്റിയിലാണ് ഈ ഫിഷ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് A1 മാർക്ക് ഫിഷാണ്. അതായത് ഫസ്റ്റ് ക്വാളിറ്റി ഫിഷ് എന്ന് പറയാം. ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയാൻ കാരണം ഒന്നാമത്തെ കാരണം ഇതിൻ്റെ ഇത്ര വലിയ സൈസാണ്. രണ്ടാമത്തെ കാരണം ഇത് ലോക്കൽ ക്യാച്ച് ആണ് എന്നുള്ളതാണ്. ഈ ലോക്കൽ ക്യാച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ വള്ളക്കാരുടെ മീനാണ്. അവരാണ് ഏറ്റവും ഷോർട്ട് ടൈമിൻ്റെ ഉള്ളിൽ കടലിൽ പോയി തിരിച്ചു വരുന്നത്. അതുപോലെ പുഴയിൽ നിന്നും കായലിൽ നിന്നും എല്ലാം കിട്ടുന്ന പ്രാച്ചി മത്സ്യങ്ങളെ സെക്കൻഡ് ക്വാളിറ്റി ഇനത്തിൽപ്പെടുത്തും. അതുപോലെ പുറത്തുനിന്ന് വരുന്ന മീൻ, അത് തമിഴ്നാട്, ആന്ധ്ര, ഗോവ, വിശാഖപട്ടണം അവിടെ നിന്നൊക്കെ നമ്മുടെ നാട്ടിലോട്ട് വരുന്ന മത്സ്യങ്ങളെ തേർഡ് ക്വാളിറ്റിയിലാണ് ഉൾപ്പെടുത്താറുള്ളത്. ലാസ്റ്റ് ക്വാളിറ്റി ഏറ്റവും ചീപ്പായിട്ട് വരുന്നത് ഈ അമോണിയ, ഫോർമാലിൻ തുടങ്ങിയ വിഷപദാർത്ഥങ്ങളൊക്കെ അടിച്ച് കുറേ മാസങ്ങളോളം പഴകിയിരുന്ന് വരുന്ന മത്സ്യങ്ങളെ 4ാമത്തെ ക്വാളിറ്റിയിലാണ് ഉൾപ്പെടുത്താറുള്ളത്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഹാവ് എ നൈസ് ഡേ.